ദൈവനാമത്തിന് മാത്രം ഉണ്ടാകട്ടെ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. യുഗങ്ങളിലൂടെ ക്രിസ്തു ഭാഗം 26. യേശു ക്രിസ്തുവിൻ്റെ ദൈവത്വത്തെക്കുറിച്ചുള്ള അവകാശവാദങ്ങൾ നാം കേട്ടുകൊണ്ടിരിക്കുകയാണ്. യോഹന്നാൻ 8:58 അബ്രഹാം ജനിച്ചതിന് മുമ്പേ ഞാൻ ഉണ്ട് എന്ന് പറഞ്ഞ് ക്രിസ്തു തൻ്റെ പൂർവാസ്തിക്യം നേരിട്ട് ഉറപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ നിത്യതയെ തള്ളിപ്പറയുന്നവർ താൻ കേവലം ഒരു ദൈവസൃഷ്ടി ആയിരുന്നു എന്ന് പറയേണ്ടി വരും. എന്നാൽ ക്രിസ്തു നിത്യനാണെന്ന് സമ്മതിക്കുമ്പോൾ താൻ പൂർവാസ്തിക്യമുള്ളവനാണെന്ന് പരസഹായമില്ലാതെ ഉറപ്പിക്കപ്പെടുന്നു. ക്രിസ്തുവിൻ്റെ നിത്യതയെ വെളിപ്പെടുത്തുന്ന വേദഭാഗങ്ങൾ പുതിയ നിയമത്തിലും പഴയ നിയമത്തിലും ധാരാളമായി നമുക്ക് കാണാൻ കഴിയും. യെശയ്യാ 9:6 നിത്യപിതാവെന്ന് ക്രിസ്തുവിനെ വെളിപ്പെടുത്തുന്നു. അതുപോലെ പുറപ്പാട് പുസ്തകം 3:14 ഞാനാകുന്നവൻ എന്ന അവകാശവാദം. ഇതൊക്കെ നാം നോക്കുമ്പോൾ പഴയ നിയമത്തിൽ ദൈവത്തെ സൂചിപ്പിക്കുന്ന സകല വാക്യങ്ങളിലും ക്രിസ്തുവിൻ്റെ നിഴലായി ആ വാക്യങ്ങൾ കണക്കാക്കപ്പെടുന്നു. പുതിയ നിയമത്തിൽ യോഹന്നാൻ 1 മുതൽ 4 വാക്യങ്ങളിലേക്ക് നാം വരികയാണെങ്കിൽ നിത്യതയിൽ വചനം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ക്രിസ്തുവിനെ യോഹന്നാൻ വെളിപ്പെടുത്തുന്നത്. അതിങ്ങനെയാണ്: ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു, അവൻ ആദിയിൽ ദൈവത്തോട് കൂടെയായിരുന്നു, സകലവും അവൻ മുഖാന്തരം ഉളവായി, ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല, അവനിൽ ജീവനുണ്ടായിരുന്നു, ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു, വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, ഇരുളോ അതിനെ പിടിച്ചടക്കിയില്ല. ഒരു വലിയ ഇടിമുഴക്കത്തോടെയാണ് യോഹന്നാൻ തൻ്റെ എഴുത്ത് ആരംഭിക്കുന്നത്. മോശെ സൃഷ്ടിയുടെ ആരംഭത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് എഴുത്ത് ആരംഭിക്കുമ്പോൾ ഇവിടെ യോഹന്നാൻ അതിനു മുമ്പേയുള്ള ആദിയിൽ എന്തുണ്ടായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആരംഭിക്കുന്നു. നിത്യതയാണ് ഇവിടെ തൻ്റെ മുമ്പിൽ കാണുന്നത്. നിത്യതയിൽ വചനമുണ്ടായിരുന്നു. ആ 1 വാക്യത്തിൽ വചനം എന്ന് 3 പ്രാവശ്യം തന്നെ നാം കാണുന്നുണ്ട്. വചനം യേശുക്രിസ്തുവാണെന്ന് 14 വാക്യം വിശദമാക്കുന്നു. വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു, ഞങ്ങൾ അവൻ്റെ തേജസ് പിതാവിൽ നിന്ന് ഏകജാതനായവൻ്റെ തേജസ്സായി കണ്ടു. ഇവിടെ വചനം ഉണ്ടായി വന്നു എന്നല്ല, ഉണ്ടായിരുന്നു എന്നും വചനം ദൈവമായിരുന്നു എന്നും പറഞ്ഞുകൊണ്ട് ആ വാക്യത്തിന് അല്ലെങ്കിൽ ആ വചനത്തിന് ദൈവത്വം കൽപ്പിച്ചിരിക്കുന്നു. വചനം എന്നതിന് ലോഗോസ് എന്ന ഗ്രീക്ക് വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. യഹൂദനെ സംബന്ധിച്ചിടത്തോളം വചനം ഒരു ശബ്ദം മാത്രമായിരുന്നില്ല, ജീവനും അത് ശക്തിയും ഉള്ളതായിരുന്നു. കർത്താവിൻ്റെ കാലശേഷം യഹൂദന്മാർ ചിതറിപ്പോയതോടെ എബ്രായ ഭാഷയുടെ പ്രാധാന്യം ഇല്ലാതായി. അതുകൊണ്ട് പഴയ നിയമം അരാമ്യ ഭാഷയിലേക്ക്, അതായത് സുറിയാനി ഭാഷയിലേക്ക് ഭാഷാന്തരം ചെയ്തു. ഇങ്ങനെ തർഗംസ് എന്ന പേരിലാണ് അത് വിളിക്കപ്പെട്ടത്. ഈ തർഗംസ് ദൈവത്തിന് പകരമായി വചനം എന്നാണ് ചേർത്തിരിക്കുന്നത്. പുറപ്പാട് 19:17 ദൈവത്തെ എതിരേൽപ്പാൻ എന്നതിന് വചനത്തെ എതിരേൽപ്പാൻ എന്ന് കൊടുത്തിരിക്കുന്ന വാക്യം ശ്രദ്ധിക്കുക. കൽദായ പരിഭാഷയിൽ വചനത്താൽ ഭൂമിയെ സൃഷ്ടിച്ചു, വചനത്താൽ ഭൂമിക്ക് അടിസ്ഥാനമിട്ടു എന്നിങ്ങനെ പറഞ്ഞിരിക്കുന്നു. യഹൂദന്മാർ വചനം എന്നതിന് മേമ്ര എന്ന വാക്ക് ഉപയോഗിച്ചു വന്നിരുന്നു. ക്രിസ്തുവിൻ്റെ കാലത്തിന് മുമ്പും ദൈവത്തിൻ്റെ ശബ്ദമാകുന്ന ലോഗോസ് ലോകത്തെ നിയന്ത്രിക്കുന്നു എന്ന് BC 560 എഫെസോസിൽ ജീവിച്ചിരുന്ന ഹെരാക്ലീറ്റസ് പഠിപ്പിച്ചു വന്നിരുന്നു. ഗ്രീക്ക് തത്വജ്ഞാനികളും ഇത് അംഗീകരിച്ചിരുന്നു. അലക്സാണ്ട്രിയയിലെ ഫൈലോ എന്ന യഹൂദ തത്വജ്ഞാനിയും ലോഗോസാണ് ദൈവത്തിൻ്റെ ചിന്ത എന്ന് പഠിപ്പിച്ചിരുന്നു. ഈ എല്ലാ തത്വജ്ഞാനങ്ങളെയും മനസ്സിൽ കണ്ടുകൊണ്ടാണ് ഇവിടെ യോഹന്നാൻ വചനത്തിന് ദൈവത്വം കൽപ്പിച്ചിരിക്കുന്നത്. മാത്രമല്ല, ലോഗോസ് എന്ന വാക്ക് ദൈവശബ്ദത്തിന് മാത്രം ഉള്ളതാണ്. കൂടാതെ വചനം ദൈവത്തിലായിരുന്നു എന്ന് പറയാതെ വചനത്തിന് ആളത്വം കൊടുത്തുകൊണ്ട് ദൈവത്തോടു കൂടെ ആയിരുന്നു എന്നാണ് ഇവിടെ നാം വായിക്കുന്നത്. ദൈവം എങ്ങനെയോ അങ്ങനെ തന്നെയാണ് വചനവും ലോഗോസും. തുടർന്ന് അടുത്ത ഭാഗത്തേക്ക് വരാം. ദൈവം അനുഗ്രഹിക്കട്ടെ.